പോകേണ്ടതുണ്ട്. UDFന്റെ മലയോര സമരയാത്രയ്ക്ക് കണ്ണൂർ കരുവഞ്ചാലിൽ തുടക്കമായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവാണ് ഈ യാത്ര നയിക്കുന്നത്. UDF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ, അവരുടെ കർഷകർ, അവരുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടി അത് പ്രശ്നപരിഹാരം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് UDFന്റെ മലയോര പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായിരിക്കുന്നത്. ഇത് കണ്ണൂർ കരുവഞ്ചാലിൽ തുടങ്ങി പാറശാലയിലാണിത് അവസാനിക്കുന്നത്. ഏതാനും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, ഒട്ടേറെ പേരെ കാണാൻ കഴിയുന്നുണ്ട്. നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരുമുണ്ട്. UDFന്റെ നേതാക്കളുണ്ട്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുമുണ്ട്. അവർ ഒരേ വേദിയിൽ അണിനിരക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എന്ന രാഷ്ട്രീയ പ്രത്യേകത കൂടിയുണ്ട്. കൂടാതെ അണികളുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുജ, UDFന്റെ മലയോര സമര പ്രചാരണ യാത്രയ്ക്ക് കണ്ണൂർ കരുവഞ്ചാൽ, അതായത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ കരുവഞ്ചാലിൽ തുടക്കമായിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് യാത്ര നയിക്കുന്നത്. ഒപ്പം KPCC അധ്യക്ഷൻ K സുധാകരൻ, UDF കൺവീനർ MM ഹസൻ, ഒപ്പം PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുണ്ട്. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഈ സമരയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെയും സംരക്ഷിക്കുക, കാർഷിക മേഖലയിലെ പരിഹാരം കാണുക, ബഫർ സോൺ പ്രശ്നത്തിൽ കേന്ദ്ര ഇടപെടൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മലയോര സമരയാത്ര സംഘടിപ്പിക്കുന്നത്. ഏതാണ്ട് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ മലയോര മണ്ഡലങ്ങളിലായി 20 പോയിന്റുകളിലായാണ് ഈ സമരയാത്ര നടക്കുക. ഇന്ന് തുടക്കമാകും. നാളെ ഇല്ല, മറ്റന്നാൾ തിങ്കളാഴ്ച മുതൽ വീണ്ടും യാത്ര ആരംഭിക്കും. കണ്ണൂരിലെ ഇടങ്ങളിൽ തുടരും. അതിനുശേഷം വയനാട്ടിൽ പ്രവേശിക്കും. പിന്നീട് ഫെബ്രുവരി 5 വരെ വിവിധ ജില്ലകളിലെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് യാത്ര പുരോഗമിക്കുക. ഫെബ്രുവരി 5-ന് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിലാണ് യാത്ര സമാപിക്കുക. അതിൽ ഈ വന്യമൃഗ ആക്രമണ പ്രശ്നം അതിനെ എന്നതോടൊപ്പം ആ വിഷയത്തെ ഗൗരവമായി അഭിസംബോധന ചെയ്യുന്നു എന്നതിനോടൊപ്പം UDFനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഒരു ഗൗരവമായ വിഷയത്തെ സമീപിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പല കാരണങ്ങൾ, പല വിഷയങ്ങൾ ഗൗരവമായ പല വിഷയമാണ് എങ്കിൽ കൂടിയും അതിന് പല രാഷ്ട്രീയ മാനങ്ങളും അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ആ നിലയ്ക്ക് വ്യാഖ്യാനിക്കാൻ കൂടി കഴിയുന്ന ഒന്നാണ് എന്നതാണ്. അതായത് ഈ ആവർത്തിക്കുന്ന, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, വയനാട്ടിലൊരു സ്ത്രീ കടുവാക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. അതിനെ ഗൗരവമായി സമീപിക്കുന്ന സന്ദേശം നൽകുന്നതിനൊപ്പം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്നതടക്കം UDF ലക്ഷ്യമിടുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കോൺഗ്രസിലെ UDFന്റെ പരിപാടിയാണെങ്കിൽ പോലും കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കിടയിൽ നേതാക്കളെല്ലാം ഒത്തൊരുമിച്ച് ഒരു വേദിയിലെത്തുന്നു എന്ന ശ്രദ്ധേയമായ കാര്യമുണ്ട്. അതായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം മലയോര മേഖലയിലെ UDF അനുകൂല ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളലുണ്ട് എന്ന നിലയ്ക്കുള്ള വിലയിരുത്തലുകളുണ്ട്. ആ വോട്ട് ബാങ്കിനെ കൂടി ഒപ്പം നിർത്തേണ്ട. ശരി, അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന പശ്ചാത്തലത്തിലാണ്, ഒപ്പം വന്യമൃഗ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ UDFന്റെ മലയോര സമരയാത്രയ്ക്ക് കണ്ണൂർ കരുവഞ്ചാലിൽ തുടക്കമായിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്ര ഫെബ്രുവരി 5-ന് അമ്പൂരിയിൽ സമാപിക്കും.